നമുക്കിനി തൊടുപുഴയിലേക്കൊന്ന് പോകണം. അവിടെ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് പോലീസുകാരെ തടഞ്ഞുവെച്ചതിൽ CPIM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസ്. തൊടുപുഴ ഈസ്റ്റ് ഏരിയ സെക്രട്ടറി ലിനു ജോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ലോകകപ്പ് ഫൈനലിനിടയിൽ തൊടുപുഴ മങ്ങാട്ടുകവലയിലായിരുന്നു ഈ സംഭവം. കരിമണ്ണൂർ SIയുടെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പിയും കണ്ടെത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ മദ്യപിച്ചതായി പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയില്ല എന്നാണ് പോലീസിന്റെ വിശദീകരണം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ, പക്ഷേ തെളിവ് സഹിതം ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ ഒരു പരാതി പോലീസിന് നാട്ടുകാർ ചേർന്ന് നൽകിയിട്ടുള്ളത്. ഈ പോലീസ് വാഹനത്തിൽ നിന്ന് മദ്യക്കുപ്പികൾ മാത്രമല്ല ബീഡിക്കെട്ടും ഒപ്പം ചീട്ടുകെട്ടുകളും ഒക്കെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതിനെന്താണ് പോലീസിന്റെ ഭാഗത്തുള്ള വിശദീകരണം? ഈ നാട്ടുകാർക്കെതിരെ കേസെടുത്തതിൽ അവർക്ക് എന്താണ് പറയാനുള്ളത്? കേരളം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ്. ആഭ്യന്തര വകുപ്പാണ് അതിന് നേതൃത്വം നൽകുന്നത്. പോലീസാണ് ഈ ലഹരി മാഫിയയെ കണ്ടെത്താൻ വേണ്ടി, അതുകൂടാതെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി കർശനമായിട്ടുള്ള പരിശോധനകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു മോശം അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ലോകകപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ അത് തൊടുപുഴ മങ്ങാട്ടുകവലയിൽ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് നാട്ടുകാരും DYFI പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടായത്. അതിനിടയിലായിരുന്നു ഈ പോലീസിന്റെ വാഹനത്തിൽ നിന്നും മദ്യക്കുപ്പിയും ലഹരി പദാർത്ഥങ്ങളും അതുകൂടാതെ ചീട്ടും കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അന്നുണ്ടായ സംഭവത്തിലാണ് കണ്ടാലറിയാവുന്ന 200ഓളം ആളുകൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ CPM ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയാണ് കേസെന്നാണ് FIRൽ പറയുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്നത് അന്യായമായ സംഘം ചേരൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നീ വകുപ്പുകളാണ് അവർക്ക് മേൽ ചുമത്തുകയും ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് എന്താണെങ്കിലും ഗൗരവത്തിൽ തന്നെ ഈ ഒരു സംഭവം എടുക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട്.